വലതുഭാഗം ചെരിഞ്ഞ് ഖിബിലയിലേക്ക് ചെരിഞ്ഞ് കിടക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മലർന്നു കിടന്നുറങ്ങിയാലും പുരുഷന്മാർക്ക് കുഴപ്പമില്ല. സ്ത്രീകൾ മലർന്നു കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്നാണ്. പുരുഷന്മാർ കമിഴ്ന്നു കിടന്നും ഉറങ്ങാൻ പാടില്ല. അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. ഇസ്ലാം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു വ്യവസ്ഥിതി പോലെ അല്ല, മറിച്ച് വളരെ കൃത്യമായി ഓരോ ചലനങ്ങൾക്കും അടക്കങ്ങൾക്കും നിയമം പറയുന്ന വ്യവസ്ഥിതിയാണ് ഇസ്ലാം. വദഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിമുൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. ഇസ്ലാം ദീനിന്റെ ഡെഫിനിഷനാണ്, നിർവചനം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വദഉൻ ഇലാഹിയുൻ, അതൊരു ദൈവികമായ വ്യവസ്ഥിതിയാണ്, അഥവാ ലോകസത്താവായ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളതാണ്. മനുഷ്യരിൽ ഇസ്ലാം ദീനിന് സ്ഥാപകൻ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ കഴിഞ്ഞുപോയ അമ്പിയാക്കളോ ആരും ഇസ്ലാം ദീനിന്റെ സ്ഥാപകന്മാർ അല്ല. ഇസ്ലാമിന്റെ സ്ഥാപകൻ അള്ളാഹുവാണ്. വദഉൻ ഇലാഹിയുൻ, സഠാവായ അള്ളാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ. ഇലാഹ് ആകാൻ സൃഷ്ടികൾക്കൊന്നും അവകാശം ഇല്ല. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും തുല്യമാകുമോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. ഒരിക്കലും സഠാവും സൃഷ്ടിയും തുല്യമാവുകയില്ല. സൃഷ്ടികളിൽ ആർക്കും ആരാധനക്ക് അർഹതയില്ല. അതുകൊണ്ട് സൃഷ്ടികളെ ദൈവമാക്കുന്ന, സൃഷ്ടികളെ ആരാധിക്കുന്ന സ്വഭാവം ഇസ്ലാമിൽ ഇല്ല. സഠാവിനെ മാത്രമേ ആരാധിക്കാവൂ. സഠാവ് ഖാലിഖു കുല്ലി ശൈ, എല്ലാം സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനുമാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ശൈ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ഫഅബ്ദൂ, അതുകൊണ്ട് എല്ലാം സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും അല്ലാഹു ആയതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കുക. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സഠാവായി എന്നതാണ് അല്ലാഹുവിന് ആരാധ്യനാകാനുള്ള മാനദണ്ഡം. വേറെ ആർക്കും അതില്ലല്ലോ. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, ഒരു മലക്കും ഒരു നബിയും ഒരു വലിയും ഒരു സാധാരണക്കാരനും ഒരു ശാസ്ത്രജ്ഞനും ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും ഒരു ഉദ്യോഗസ്ഥനും ഒരു രാജാവും ഒരു പ്രജയും എത്ര ആരോഗ്യമുള്ളവനും ഏത് ചാമ്പ്യന്മാരായാലും ആരായിരുന്നാലും ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും ഇവിടെ ഇല്ലാത്ത ഒരു വസ്തു ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇവിടെ സഠാവ് അല്ലാഹു മാത്രമാണ്. ഒരു ചെറിയ പുഷ്പം പോലും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. എന്തെല്ലാം സൃഷ്ടികളെയാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ചെറിയ തുമ്പപ്പൂ എന്ന് പറയുന്ന ചെറിയ പൂവ്, ആ പൂവ് എന്തൊരു മൃദുലമായ വസ്തുവാണ്. അതിൻ്റെ ഉള്ളിൽ തേൻ കാണുന്നു. ആ തേൻ നുകരാൻ വേണ്ടി തേനീച്ചക്ക് അല്ലാഹു സന്ദേശം നൽകിയിരിക്കുന്നു. നീ കൂട് കെട്ടണം, എന്നിട്ട് നീ തേൻ നുകർന്നെടുക്കണം, നീ പഴത്തിൽ നിന്നും മറ്റുമായി തേൻ ശേഖരിക്കണം എന്ന് അല്ലാഹു തആല തേനീച്ചക്ക് വഹീ നൽകി എന്ന് ഖുർആൻ പറയാണ്. ആ തേനീച്ച സംഭരിച്ചു വെക്കുന്ന തേന് അതിനാവശ്യമായ വലകൾ അവകൾ തന്നെ നിർമ്മിക്കുന്നു.
എന്തൊരു ഭംഗിയുള്ള വലകൾ! അതിൽ തേന് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്നു. ആ തേന് ഫീഹി ശിഫാഉൽ ലിന്നാസ് യഖ്റുജു മിൻ ബുതൂനിഹാ സറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. അതിൻ്റെ വയറ്റിൽ നിന്ന്, തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വ്യത്യസ്തമായ കളറുള്ള അതേ പാനീയം പുറത്തു വരുന്നു. ഫീഹി ശിഫാഉൽ ലിന്നാസ്. ആ പാനീയം വേറെ ഒരു വസ്തു പോലെയല്ല, അതിൽ രോഗശമനമുണ്ടെന്ന് ഖുർആൻ. തേന് അത് മരുന്നാണ് എന്നതിൽ ഒരു വൈദ്യർക്കും തർക്കം ഇല്ല. പല മരുന്നിൻ്റെയും കൂടെ തേന് ചേർക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണ്. ഇന്ന് രാവിലെ തേന് കൂട്ടി മഞ്ഞളിൻ്റെ പൊടി കഴിച്ചവനാണ് ഞാൻ. തേന് അതിൽ ശിഫയുണ്ടെന്ന് ഖുർആൻ പറയുന്നു. സുഹൃത്തുക്കളെ, ആ തേന് നുകരാൻ വേണ്ടി ആവശ്യമായ നിർദ്ദേശവും കഴിവും പ്രാപ്തിയും അല്ലാഹു ആ തേനീച്ചക്ക് നൽകിയിരിക്കുന്നു. ആ തേനീച്ചകൾ എത്ര ദൂരെ നിന്ന് പറന്നു വന്നാലും തിരിച്ചു പോകുന്ന സമയത്ത് ലൊക്കേഷൻ വെക്കേണ്ടതില്ല. കൃത്യമായി അതിൻ്റെ കൂട്ടിലേക്ക് അവകൾ എത്തിച്ചേരുന്നു. ലൊക്കേഷൻ വെച്ചാൽ ചിലപ്പോൾ കുളത്തിൽ കൊണ്ടുപോയി ചാടിക്കും, ചിലപ്പം ഡയറക്റ്റ് എത്തും. അങ്ങനത്തെ യാതൊരു ആവശ്യവും ഈ തേനീച്ചക്ക് ഇല്ല. അതിന് നല്ല സംവിധാനം, അതിനൊരു നേതൃത്വം, ഒരു റാണി. അതിൻ്റെ പിന്നിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അങ്ങനെയുള്ള എന്തെല്ലാം സംവിധാനം, അല്ലാഹുവിൻ്റെ സംവിധാനം പറഞ്ഞാലുണ്ടോ തീരുന്നു. ഖാലിഖു കുല്ലി ശൈഇ. സുബ്ഹാനല്ലാഹ്. ഈ പ്രദേശത്ത്, ഈ സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നാൽ നല്ല പച്ചമരുന്നിനെ കുറിച്ച് അറിവുള്ള വൈദ്യരാണെങ്കിൽ ഇവിടെയെല്ലാം ഒരുപാട് മരുന്നുകൾ അദ്ദേഹം കണ്ടെത്തും. നമുക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് നമ്മളത് പറിച്ചു മാറ്റും. ധാരാളം മരുന്നുകൾ പല സ്ഥലങ്ങളിലും അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. മരുന്ന് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യന് രോഗം സംഭവിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ മരുന്ന് വേണ്ടി വരും. രോഗം കൂടുതലും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം ക്ലിയറായ നിലക്ക് കഴിക്കാത്തത് കൊണ്ടാണ്. കുലൂ വസ്റബൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. വസ്റബൂ, കുടിക്കാൻ പറ്റുന്നത് കുടിച്ചോളൂ. പക്ഷേ അല്ലാഹു അവിടെ പറഞ്ഞു, നിങ്ങൾക്ക് രോഗം വരാതിരിക്കണ്ടേ, ആരോഗ്യമുണ്ടാകണ്ടേ. വലാ തുസ്രിഫൂ, അമിതമായി കഴിക്കണ്ട. അമിതമായി ഭക്ഷണം കഴിച്ചാൽ രോഗം വരും. ഒരു ഡോക്ടർക്കും അതിൽ രണ്ടഭിപ്രായമില്ല. ഓ സുഹൃത്തുക്കളെ, ആവശ്യമായ ഭക്ഷണം അല്ലാഹു തആല സൃഷ്ടിച്ചു നൽകിയിരിക്കുന്നു. ആ ഭക്ഷണം നമുക്ക് ലഭിക്കാൻ പല സംവിധാനങ്ങളാണ്. നെല്ല് കൃഷി ചെയ്യുന്നു, ഗോതമ്പ് കൃഷി ചെയ്യുന്നു, ചോളം കൃഷി ചെയ്യുന്നു, പയർ കൃഷി ചെയ്യുന്നു, കടല കൃഷി ചെയ്യുന്നു. അങ്ങനെ പല ധാന്യങ്ങളും കൃഷി ചെയ്യുന്നു. ഒരു ചെറിയൊരു സാധനമുണ്ട്, കടുക് പോലത്തെ ഒരു സാധനം, മുത്താറി എന്ന് പറയും. ഞങ്ങൾ ചില സ്ഥലത്ത് രായി എന്ന് പറയും. എന്തൊരു നല്ല സാധനമാണത്. കണ്ടാൽ മൂപ്പർക്ക് ആരും കല്യാണം പറയുമൊന്നുമില്ല, കാരണം കളറങ്ങനെയാണ്. പക്ഷേ അരി കഴിക്കുന്നതിനാലുള്ള ഷുഗറിന്റെ പ്രയാസങ്ങളോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ രായി കഴിച്ചാലുണ്ടാവില്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യും? രായി നല്ലോണം പഞ്ചസാര ഇട്ട് കഴിച്ച് പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അതെന്തൊരു നല്ല ധാന്യമാണ്. അങ്ങനെയുള്ള വസ്തുക്കൾ മനുഷ്യൻ കൃഷി ചെയ്തുണ്ടാക്കുന്നു. അതിനാവശ്യമായ അറിവെല്ലാം അല്ലാഹു മനുഷ്യന് കൊടുത്തിരിക്കുന്നു. ഇവകൾ കൃഷി ചെയ്തുണ്ടാക്കാനുള്ള അറിവ്, അതിനുള്ള സംവിധാനം. ഒരൊറ്റ ഭൂമിയിൽ ഒരേ വെള്ളം, ഒരേ വളം, ഒരേ പോഷകങ്ങൾ. പക്ഷേ ഉണ്ടാകുന്ന വസ്തുക്കൾക്ക് വ്യത്യസ്തമായ കളറുകൾ, വ്യത്യസ്തമായ രുചികൾ. എന്തിനധികം പറയണം? വെറും ഒരു മാങ്ങ മാത്രം എടുത്തു നോക്കൂ, എല്ലാ മാങ്ങയും ഒരേ രുചിയല്ല. ഇപ്പൊ മാങ്ങയുടെ സീസണാണ്.
ഇക്കൊല്ലം നന്നായി മാങ്ങ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പലതും പല രുചിയാണ്, എല്ലാം ഒരേപോലെ അല്ല. മാങ്ങ മാത്രമല്ല, ഏത് പഴം നിങ്ങൾ എടുത്തു നോക്കൂ. ഈത്തപ്പഴമാണെങ്കിലും, ഇനി ആപ്പിളാണെങ്കിലും, പേരക്കയാണെങ്കിലും, മുന്തിരിങ്ങയാണെങ്കിലും, ഇനി മറ്റെന്തെങ്കിലും പഴങ്ങളാണെങ്കിലും, എല്ലാം വ്യത്യസ്തമായ രുചികളും കളറുകളും. വെറും വാഴപ്പഴം തന്നെ എത്ര ഇനമാണ്, അതിൻ്റെ രുചികൾ എത്ര വ്യത്യസ്തമാണ്, അതിൻ്റെ ആകൃതി എത്ര വ്യത്യസ്തമാണ്. പഴുത്താലും തോലിൻ്റെ കളറ് മാറാത്ത ചില പഴങ്ങൾ, പഴുക്കുമ്പോഴേക്ക് തോലിൻ്റെ കളറ് മാറുന്ന വേറെ ചില പഴങ്ങൾ. ഇങ്ങനെ വ്യത്യസ്തമായ പഴങ്ങളും ധാന്യങ്ങളും പച്ചക്കറികളും, സുബ്ഹാനല്ലാഹ്, മനുഷ്യജീവിതത്തിന് ആവശ്യമായ, ആഹാരത്തിന് ആവശ്യമായ എന്തെല്ലാം വസ്തുക്കളാണ് ലോകസൃഷ്ടാവായ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു വാഴക്കുലയിൽ നിന്ന് ലഭിക്കുന്ന കായ, അത് പച്ചയായിരിക്കുന്ന സമയത്ത് അതിനെ കൊണ്ടുള്ള ഉപയോഗമെന്ന് വേറെ, അത് പഴുത്താലുള്ള ഉപയോഗം മറ്റൊന്ന്. അതിൻ്റെ തന്നെ ഉണ്ണിക്കാമ്പ് എന്നൊരു സാധനമുണ്ട്, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ രുചി അത് വേറെ. അതേപോലെ ഓരോന്നിനും ഓരോ ഉപയോഗങ്ങൾ. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ നാട്ടിലൊക്കെ ധാരാളമുള്ള തേങ്ങയുണ്ടല്ലോ. അതിന് നിങ്ങൾ എന്താ പറയാ? ധാന്യം എന്ന് പറയാൻ പറ്റുമോ? പഴം എന്ന് പറയാൻ പറ്റുമോ? അത് വേറെ തന്നെ ഒരു വസ്തു. അതിൻ്റെ ഇളം പ്രായത്തിൽ എന്തൊരു മധുരമാണ്, എത്ര നല്ല വെള്ളമാണ്. അതിൻ്റെയും കുറച്ച് മുമ്പ് അത് മച്ചിങ്ങയായി ഇരുന്ന സമയത്ത് പിളർത്തി നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ വെള്ളവും ഇല്ല. പിന്നെയാണ് ലിറ്റർ കണക്കിന് വെള്ളം വന്നത്. അതെന്തൊരു മധുരമുള്ളതാണ്, എന്തൊരു ഔഷധവീര്യമാണ്. സുഹൃത്തുക്കളെ, കുറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറുകയാണ്. അതിൻ്റെ കാമ്പിങ്ങനെ തടിച്ചു വന്നാൽ അവസാനം അത് കൊപ്പറയായി, ഉണ്ടയായി, അങ്ങനെ പലതുമായി രംഗത്ത് വന്നപ്പോൾ അതിൽ നിന്ന് നല്ല എണ്ണ ലഭിക്കുകയാണ്. അതിൻ്റെ ചിരട്ട കത്തിക്കാനും കരിയുമായി പോവുകയാണ്. അതിൻ്റെ ചകരികൾ വേറെ ഉപയോഗത്തിന് ഉപയോഗപ്പെടുത്തുകയാണ്. വലിയ വലിയ ആലാത്ത് കയറുകൾ നിർമ്മിക്കാൻ അതിൻ്റെ ചകരി വളരെ ചെറുതാണെങ്കിലും കൂട്ടിപ്പിടിച്ചപ്പോൾ വലിയ ശക്തിയുള്ള കയറ് നിർമ്മിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ വസ്തുവിൻ്റെയും ഉപകാരങ്ങളും, ആ വസ്തുവിനെ അല്ലാഹു തആല സൃഷ്ടിച്ചതും അത് പരിചരിക്കാൻ മനുഷ്യന് കൊടുത്ത അറിവും കഴിവും, അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ. എന്നാൽ ഈ ഭക്ഷണം, അതിന് കുറേ ക്യാഷൊക്കെ ചെലവാകുന്നുണ്ട്, കൃഷിക്ക് പണം ചെലവാകുന്നുണ്ട്, അധ്വാനമുണ്ട്. എന്നാൽ അതിനേക്കാൾ ആവശ്യമാണല്ലോ വെള്ളം. ആ വെള്ളം നിങ്ങൾ കൃഷി ചെയ്യേണ്ടതില്ല, മറിച്ച് അത് മേൽഭാഗത്ത് നിന്ന് സൗജന്യമായി അവൻ ഇറക്കി തരികയാണ്. ആ ഇറക്കിത്തരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യവും സംവിധാനവും ഭൂമിയിൽ തന്നെ അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. അത് ഭൂമിക്കടിയിൽ സുരക്ഷിതമായി നിലനിർത്തുകയാണ്. നിങ്ങൾ കിണർ ഒഴിക്കുമ്പോൾ ആ വെള്ളം നിങ്ങൾക്ക് ലഭിക്കുന്ന വിധത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുകയാണ്. എന്നാൽ അതിനും വേണമല്ലോ പാത്രവും, അതുപോലെ ചിലപ്പോൾ അതാ കോരിയെടുക്കാനുള്ള ബക്കറ്റും കയറും അല്ലെങ്കിൽ മോട്ടോറും പൈപ്പുമൊക്കെ വേണ്ടി വരുമല്ലോ വെള്ളത്തിന്. അത് കിട്ടാനും നമുക്ക് ഉപയോഗപ്പെടുത്താനും. എന്നാൽ അതിനേക്കാളെല്ലാം മനുഷ്യന് ആവശ്യമുള്ള വസ്തു ഉണ്ടല്ലോ, ഓരോ സെക്കൻഡിലും ആവശ്യമുള്ള വസ്തു, അതാണല്ലോ വായു. ആ വായുവിന് വേണ്ടി നിങ്ങൾ കിണർ ഒഴിക്കേണ്ടതില്ല, അതിന് നിങ്ങളൊരു പാത്രവും കൊണ്ടുവരേണ്ടതില്ല, അതിനു വേണ്ടി നിങ്ങൾ അതാ ഭൂമി പാകപ്പെടുത്തേണ്ടതില്ല, വളം ചേർക്കേണ്ടതില്ല, അതിനു വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഓരോ സെക്കൻഡിലും നിങ്ങളെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജൻ അതേ അല്ലാഹു ജല്ല ജലാലുഹു നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അത് 5 പൈസ ചെലവില്ലാതെ മുഴുവൻ സ്ഥലങ്ങളിലും അല്ലാഹു ലഭ്യമാക്കി തരുന്നു.
ഖാലിഖു കുല്ലി ശൈഇ, എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ചു തരുന്ന അല്ലാഹു സുബ്ഹാനല്ലാഹ്. ഭക്ഷ്യവകുപ്പ് മന്ത്രിയുണ്ട്, ജലസേചന വകുപ്പ് മന്ത്രിയുണ്ട്, പക്ഷേ വായു വകുപ്പ് മന്ത്രിയില്ല. കാരണം മന്ത്രിനെ കാത്തിരുന്ന ആ മനുഷ്യൻ ബാക്കിയാവില്ല. അത് എവിടെയും സുലഭമായി ലഭിക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് വായു എവിടെയും സുലഭമായി ലഭിക്കും. ഇങ്ങനെ ഓരോന്നും ആവശ്യത്തിനനുസരിച്ച് സൃഷ്ടിച്ചു നൽകുകയും അത് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സംവിധാനിച്ചു കൊടുക്കുകയും ചെയ്ത റബ്ബ് ഖാലിഖു കുല്ലി ശൈഇ. ആ അല്ലാഹു സൃഷ്ടിച്ച എന്തെല്ലാം സാധനങ്ങളാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ നോക്കൂ, വളരെ കൂടുതൽ ആവശ്യമാണ് ഇരുമ്പ്. കാരണം ഇരുമ്പില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും വീട് നിർമ്മിക്കാൻ കഴിയില്ല. ഇരുമ്പില്ലെങ്കിൽ പലതും കഴിയില്ല. എന്തിനധികം പറയണം, നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ആട്ടിൻകുട്ടിയെ അറുക്കണമെങ്കിൽ പോലും ഇരുമ്പ് വേണം. ആ മാംസം തറിക്കണമെങ്കിൽ ഇരുമ്പ് വേണം. ഇരുമ്പ് വളരെ ആവശ്യമാണ്, പലതിനും ആവശ്യമാണ്. വീട് നിർമ്മാണത്തിന് പലപ്പോഴും ഇരുമ്പ് വേണം. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ബസ്സും ലോറിയും കാറുമൊക്കെ നിർമ്മിക്കുമ്പോൾ അവിടെയെല്ലാം ഇരുമ്പിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ബിൽഡിങ്ങുകൾക്ക് ആവശ്യമുണ്ട്. ഇരുമ്പ് പലതിനും ആവശ്യമാണ്. അല്ലാഹു അത് പ്രത്യേകം പറയുന്നുണ്ട്. അൻസൽനൽ ഹദീദ്. ഇരുമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചു. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇരുമ്പിന് അതേ വലിയ വിലയൊന്നുമില്ല. കാരണം അത് അത്രയും കൂടുതൽ ആവശ്യമുണ്ട് മനുഷ്യന്. എന്നാൽ ഇരുമ്പ് പോലെ ആവശ്യമില്ലല്ലോ മറ്റ് ചില ലോഹങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ലോഹത്തിന് ഇരുമ്പിനേക്കാൾ വിലയുണ്ട്. ഇരുമ്പിനേക്കാൾ ചെമ്പിന് വിലയുണ്ട്. അതുപോലെ മറ്റ് പല ലോഹങ്ങൾക്കും ഇരുമ്പിനേക്കാൾ വിലയുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, മനുഷ്യന് തീരെ ജീവിക്കാൻ ആവശ്യമില്ലാത്ത ഒരു വസ്തുവുണ്ട്. അതാണ് സ്വർണം.